ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് എൻ്റെ കുട്ടിക്കാലത്താണ് ആദ്യമായി ഗോതമ്പ് എന്നൊരു ധാന്യം ഇറങ്ങിയത്. അത് ആദ്യമൊക്കെ റേഷൻ കടയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ ആ ഗോതമ്പ് വാങ്ങി മില്ലിൽ കൊടുത്ത് പൊടിച്ച്, ആ മില്ല് വരുന്നതിന് മുമ്പ് കുതിർത്ത് ആട്ടി വെള്ളിലാട്ടി പിടിച്ചും ഒക്കെ ദോശയും പുട്ടും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ആ കാലവും എനിക്ക് ഓർമ്മയുണ്ട്. വളരെ കുഞ്ഞ്, ഇത്ര വർഷത്തിന് 70-60 വർഷത്തിനൊക്കെ പിന്നെയാണ് ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഗോതമ്പ് ആദ്യമായിട്ട് വന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് റേഷൻ കടകളിൽ ഗോതമ്പിന് വരെ കിട്ടുന്നത് പാക്കറ്റിലാക്കി കിട്ടും. ഇതാ കണ്ടിട്ട് ആട്ടപ്പൊടി ഇതാണ്, ഇതുപോലെയാണ് കിട്ടുന്നല്ലേ. ഇപ്പോൾ ഇത് വെച്ച് ഞാൻ ഒരു പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന, അതായത് എൻ്റെ അമ്മയോ അമ്മൂമ്മയോ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള വെറും നാടൻ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. സംഭവം ഉണ്ടായി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. എൻ്റെ അപ്പൂപ്പൻ സുഖമില്ല, വാർദ്ധക്യ സഹജമായ അസുഖത്താൽ കിടക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിലായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. 80 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നു അപ്പൂപ്പന്. അപ്പോൾ അപ്പൂപ്പന് 9 മക്കളുണ്ട്. 9ാമത്തതാണ് എൻ്റെ അമ്മ. അങ്ങനെ മക്കളെല്ലാവരും അപ്പൂപ്പനെ ശുശ്രൂഷിച്ച് ചുറ്റിലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പഴയതുപോലെ ഇപ്പോഴാണെങ്കിൽ കാറ്ററിംഗ് ഹോട്ടലിൽ നിന്ന് വിളിച്ചാൽ കൊണ്ടുവരും, ചില്ലി അതൊന്നും ഇങ്ങനത്തെ. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അമ്മ കരഞ്ഞ് കിടക്കുന്ന അമ്മ പെട്ടെന്ന് എണീറ്റ് വന്ന് കുറച്ച് ഗോതമ്പ് മാവെടുത്ത് തേങ്ങാചരി ഇതുപോലെ ഉരുട്ടി കൊണ്ടട്ടെ ഉണ്ടാക്കി. പക്ഷെ അന്ന് നമ്മൾ സ്കൂളിൽ പോയി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ താഴെ അപ്പോൾ 2 പേരുണ്ടായിരുന്നു, ഒരു അനിയത്തിയും ഒരു അനിയനും. അനിയൻ കുഞ്ഞായിരുന്നു. ഞാൻ പോയി സ്കൂളിൽ, അവരാരെയും വിട്ടില്ല. അപ്പോൾ ഈ അമ്മ പെട്ടെന്ന് വന്ന് ഉരുട്ടി ഇതുപോലെ ഉണ്ടാക്കി. ഗോതമ്പ് കൊഴുക്കട്ടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി. വെള്ളം തിളപ്പിച്ച് ഇതുപോലെ ഉരുട്ടിയിട്ടുണ്ടാക്കി. അത് തന്നെ സ്കൂളിലും അമ്മ തന്നയച്ചു. ചോറ് വയ്ക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് സ്കൂളിൽ പോയി. ഒരു പീരീഡ് കഴിഞ്ഞ് 2ാമത്തെ പീരീഡ് ആയപ്പോഴുണ്ട് എൻ്റെ അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പൻ മരിച്ചു. ആള് വന്നു. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. വന്നു. ഞാൻ ഉഷ എന്ന് പറഞ്ഞ് വിളിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നു. അപ്പോൾ ഈ കൊണ്ടുപോയ കൊഴുക്കട്ടയെ എല്ലാം തിരിച്ചു കൊണ്ടുപോകും. പിന്നീട് അത് കഴിക്കാൻ വന്നില്ല, കളയേണ്ടി വന്നു. കഴിക്കാൻ പറ്റിയില്ല നമുക്കൊന്നും. പിന്നീട് വന്നപ്പോഴേക്കും അപ്പൂപ്പൻ മരിച്ചു. പിന്നെ അപ്പൂപ്പൻ്റെ എല്ലാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെല്ലാം അടുത്തൊരു ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോയി ആഹാരം വാങ്ങി തന്നു. അച്ഛൻ്റെ ചേട്ടനാണ് കൊണ്ടുപോയി വിളിച്ചത്. അങ്ങനെ ഇതും ഈ ഗോതമ്പ് കൊഴുക്കട്ടയും ആയിട്ടൊരു അപ്പൂപ്പൻ്റെ മരണവുമായിട്ടൊരു ബന്ധം എനിക്ക് ഓർമ്മ വരുന്നു. ഇത് കണ്ട 6 കൊഴുക്കട്ടകളുണ്ട് ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഗോതമ്പ് പൊടി, തേങ്ങ, ജീരകം, ഉപ്പ്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്തു. എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം, നമ്മളെ ഇഷ്ടാനുസരണം. ഇതിനെ ഞാൻ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. 1 2 3 4 5 6 കൊഴുക്കട്ട കേട്ടോ. ഇത് ഇനി നല്ലതുപോലെ വേകും. വെള്ളത്തിലൊട്ടും ആവില്ല. വെള്ളത്തിൽ മാവിൻ്റെ കളറൊന്നും ആവില്ല. വെള്ളം തെളിഞ്ഞു തന്നെ ഇരിക്കും. കാരണം മാവ് ചൂടാക്കി ആ പാകത്തിന് കുഴച്ചത് കൊണ്ട്. ഇനി ഇവിടെ കിടന്ന് വേകട്ടെ. കൊഴുക്കട്ട വെന്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വെള്ളം നല്ല തെളിഞ്ഞതായിരിക്കും, ഇതിനുള്ള ഒരംശം അതിലാകില്ല എന്ന്. ഒരു ലൈറ്റ് കളർ, ജീരകത്തിൻ്റെ കളറാണ് കേട്ടോ. ജീരക വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ വെള്ളം. ജീരകത്തിൻ്റെ ടേസ്റ്റ്. സാധാരണ നമ്മൾ അരി മാവിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോഴേ അതിൽ വെള്ളത്തിൽ അതിൻ്റെ മാവിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കും. കഞ്ഞിവെള്ളം പോലെ, കഞ്ഞിവെള്ളം പോലെയൊക്കെ ആയിരിക്കും. ഇതങ്ങനെയല്ല, വെള്ളം തെളിച്ചതാണ്. ഇനിയാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇതാ കണ്ട കൊഴുക്കട്ട റെഡി. നല്ല ഫ്രഷ് കൊഴുക്കട്ട, വെള്ളത്തിലൊന്നും മുങ്ങാത്ത ഫ്രഷ് കൊഴുക്കട്ട. ഞാൻ അത് കഴിക്കാൻ പോകുന്നത് എൻ്റെ കറി പഞ്ചസാരയാണ്. പഞ്ചസാര ഇങ്ങനെ മുക്കി കട്ടൻ ചായ പഞ്ചസാര ഇട്ടിട്ടില്ല.
കാരണം പഞ്ചസാര നമ്മൾ കഴിക്കുന്നതുകൊണ്ടേ പഞ്ചസാര ഇതിൽ ചേർത്താലും നമുക്ക് മധുരം തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പിന്നെ ഒരു പഴവും കൂടി കഴിക്കാം. പിന്നെ വൈറ്റമിൻസ് ഒന്നും രാവിലെ കിട്ടിയില്ല, ഇതിനോടൊപ്പം വൈറ്റമിൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു മുട്ടയും കൂടെ കഴിക്കാം. അപ്പം സമ്പൂർണ്ണ ആഹാരമാണ്. നല്ല ടേസ്റ്റാണ്. ഷുഗർ ഉള്ളവർ ഇതുപോലെ പഞ്ചസാര മുക്കി കഴിച്ചു കളയരുത്. എനിക്ക് നിമിഷം വരെ ഷുഗറില്ല, അടുത്ത നിമിഷം എന്താണോ എന്തോ അത് പറയാൻ പറ്റില്ലല്ലോ ആർക്കും. ഇത്രയേ ഉള്ളൂ എന്താ വീഡിയോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പഴയ കാലം ഒരു ഓർമ്മയും നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. പിന്നെ ശ്രീസമയൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ എന്നൊന്നും പറയുന്നില്ല. വ്യൂസൊക്കെ വളരെ കുറവാണ്. അതെന്താ വയസ്സായവരുടെ വീഡിയോ കാണില്ലെന്നാണോ? ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.